ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആഘോഷങ്ങളോ അതല്ലെങ്കിൽ ആചാരങ്ങളോ എന്തെങ്കിലും വരുന്ന സമയത്ത് എന്തിനായിരിക്കും ഒരു വിഭാഗം ആളുകൾക്ക് ഈ കുരുക്കൾ പൊട്ടുന്നത്? ഇപ്പോ ശരി, ഈ സമയത്തുള്ള കരോളിനെതിരായിട്ടുണ്ടായിരുന്ന പ്രശ്നമായിരുന്നാലും സിറിയയിലെ ക്രിസ്മസ് ട്രീ കത്തിച്ച വിഷയത്തിലായിരുന്നാലും ഇനിയിപ്പോ അവിടെ ഇരുന്ന കുറച്ച് ആളുകളുടെ മുഖത്തേക്ക് കരോൾ സംഘത്തിന്റെ ലൈറ്റ് അടിച്ചു, പിന്നീട് കയറി ആക്രമിച്ച് 10-35ഓളം ആളുകൾ ഇപ്പോഴും പോലീസ് സംരക്ഷണത്തിൽ പള്ളിമേടയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുന്നതൊക്കെ ഈ കേരളത്തിന്റെ ഭീകര അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്ന വസ്തുതകളാണ് കേട്ടോ. ക്രിസ്ത്യാനികളെ കുറെയായി ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ച സമയത്തുണ്ടാകാത്ത വികാരം, ബൈബിള് കത്തിച്ച സമയത്തുണ്ടാകാത്ത വികാരം, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ഔദ്യോഗിക തലങ്ങളിൽ നിന്ന്, റെപ്യൂട്ടഡ് സ്റ്റേജുകളിൽ നിന്നുള്ള ആളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി പ്രചരിപ്പിക്കുകയും ക്രിസ്ത്യാനികളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ എന്തൊരു നിഷ്കളങ്കമല്ലേ. മുസ്തഫ ബൈബിള് കത്തിച്ച സമയത്ത് അതേപോലെ ഒരു ഖുർആൻ ആയിരുന്നു കത്തിച്ചിരുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ഇറാനില് 22കാരിയായ മഹ്സ അമിനി എന്ന് പറയുന്ന യുവതി ശരിയാമണ്ണം തലമുടി മറച്ചില്ല എന്ന കാരണത്താൽ മുടി മുറിച്ചും മൂക്ക് മുറിച്ചുമൊക്കെ നിർദ്ദയം ആ പെണ്ണൊരുത്തിയെ ഇറാന്റെ സദാചാര പോലീസിങ് ഇല്ലാതാക്കിയ സമയത്ത് അവര് ഇസ്ലാമിക ഭരണകൂടമാണ്, ഇസ്ലാമിക് റെവല്യൂഷണറി കൺട്രിയാണ്. അവിടെ ഹിജാബും അതുപോലെ മുടി മുറിച്ചും അവിടെയുള്ള സ്ത്രീകൾ പ്രതിഷേധിച്ചു. പൂർണ്ണ നഗ്നരായി സ്വേച്ഛാധിപതിയായ ആയത്തുള്ള അലി ഖൊമേനിക്കെതിരെ പ്രചാരണ ജാഥകൾ സംഘടിപ്പിച്ച് 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള സമര പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് പോയി. അതിന്റെ മുന്നോടിയല്ല, അതിന്റെ പിന്തുടർച്ച എന്ന വണ്ണം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലും ഹിജാബ് കത്തിക്കൽ സമരം അരങ്ങേറിയിരുന്നു യുക്തിവാദികളുടെ അണ്ടറിൽ. ആ സമയത്ത് എന്തായിരുന്നു? പാവം ഒരു സമുദായത്തെ പറയിപ്പിക്കാൻ, ഒരു സമുദായത്തെ വേദനിപ്പിക്കാൻ, ആ സമുദായത്തിന് എന്തും പറ്റുമല്ലേ? ആർക്കെതിരെയും ഇപ്പൊ ഒരുപാട് സമുദായ സംരക്ഷകർ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാമുദായിക സംരക്ഷകർ. മതം അങ്ങനെ തന്നെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും കലക്കി കുടിക്കുന്നവർ, മതഗ്രന്ഥങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലെങ്കിലും ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് പുക ശ്വസിക്കുന്ന ആളുകൾ. അങ്ങനെയെങ്കിലും മതം പെട്ടെന്ന് തലയ്ക്കകത്തേക്ക് കയറുമല്ലോ. ആദ്യം അവനവന്റെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുപോവാ, അത് കഴിഞ്ഞിട്ട് അതിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നതാണ് നല്ലത്. സാംസ്കാരിക സമ്പന്നതയുള്ള ആളുകളോടാ പറയുന്നിട്ട്, എല്ലാവരോടും അല്ല. ഇപ്പോ മുസ്തഫ ബൈബിള് കത്തിച്ച സമയത്ത് ക്രിസ്ത്യാനികൾ ഏറെ വേദനിച്ചിരുന്നു. ഒരു ഖുർആൻ കത്തിച്ചാൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഏത് രൂപത്തിലാണോ വൈകാരികതകൾ ഉണ്ടാകുന്നത്, അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു മതവിശ്വാസിയാണെങ്കിൽ നമ്മളുടെ മതവിശ്വാസത്തെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, പവിത്രമാക്കുന്നു, ഫോളോ ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് അവരുടെ മതവിശ്വാസവും. പൂഞ്ഞാറ് പള്ളിമേടയിൽ കുർബാനയ്ക്കെത്തിയ ആളുകള് നമ്മൾ കണ്ടതാണ്. ആ പള്ളിമേടയ്ക്കകത്തേക്ക് ഇരച്ചു കയറിയ 10-25ഓളം ആളുകളിൽ 18 പേർ പ്രായപൂർത്തിയാകാത്ത മുസ്ലിം കുട്ടികളായിരുന്നു. സഹവികാരി ഇറങ്ങി വന്ന് പറയുന്നു, ഇവിടെ ഞങ്ങളുടെ ആരാധന നടക്കുവാണ്, തടസ്സപ്പെടുത്തരുത്. അയാളെ ഇട്ടിച്ചിട്ടിട്ട് വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ആ പ്രായപൂർത്തിയാകാത്ത 18 പയ്യന്മാരുടെ പേരുകൾ പോലും FIR-ൽ എഴുതാൻ പോലീസുകാരുടെ കൈകൾ നിന്ന് വിറച്ചു. പക്ഷേ അവിടെ കൂടി നിന്ന ആളുകൾ അവരുടെ വീഡിയോ സഹിതം എടുത്തു, എന്നിട്ടാണ് പരാതിപ്പെട്ടത്. ആ സമയത്ത് ക്രിസ്ത്യാനികളുടെ മതവികാരം വ്രണപ്പെട്ടതിനെതിരെ ആരെങ്കിലും രംഗത്ത് വന്നിരുന്നോ? ഇല്ല. എതിരാളികൾ കാക്കാമാരാ. ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തു. പോപ്പുലർ ഫ്രണ്ട് ഭീകരാണ്.
ആരെങ്കിലും ക്രിസ്ത്യാനികളുടെ വേദനയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നോ? ഇല്ല. അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരെങ്കിലും രംഗത്തിറങ്ങിയിരുന്നോ? ഇല്ല. അപ്പൊ നമുക്കൊരു പ്രത്യേകതരം മാനവികതയാണല്ലേ, ഒരു പ്രത്യേകതരം ക്രിസ്ത്യാനികൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സമാനമായിട്ടുള്ളൊരു മറ്റ് സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. നിയമങ്ങളും ലംഘിച്ച് സംഘർഷത്തിലേക്ക് നീങ്ങി പെൺകുട്ടികളെ അപമാനിക്കുകയും ക്രിസ്ത്യാനികളെ ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒരു വാർത്തയാണേ. കുമ്പാടി സെന്റ് പോൾസ് ആംഗ്ലിക്കൻ പള്ളിയിലെ യുവജന സംഘം, സ്ത്രീജന സഖ്യം എന്നിവയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ കരോൾ സംഘത്തിനു നേരെ ക്രൂരമായ ആക്രമണമുണ്ടായത്. പ്രദേശത്തെ 20ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരോൾ സംഘത്തിൽ കടന്നുകയറി പാട്ടുപാടുകയും അസഭ്യം പറയുകയും ചെയ്തു. ഇത് പിന്നീട് സർവ്വസീമകളും ലംഘിച്ച് സംഘർഷത്തിലേക്ക് നീങ്ങി പെൺകുട്ടികളെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. കൊച്ചുകുട്ടികളെയും ഇവർ വെറുതെ വിട്ടില്ല. സാമൂഹിക വിരുദ്ധരായിട്ടുള്ളതായ കുറേയേറെ ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് പള്ളിയിൽ നിന്ന് പോയതായ യുവജനങ്ങൾക്ക് നേരെ അസഭ്യ വാക്കുകൾ പറയുകയും ശാരീരികമായ ചേഷ്ടകളൊക്കെയും കാണിക്കുകയും ചെയ്ത് പ്രകോപനപരമായി അവർ ഒരു 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 അക്രമ സ്വഭാവത്തിലേക്ക് മാറിയതായ സാഹചര്യം ഉണ്ടാകുന്നത് കണ്ടപ്പോൾ സഭയിൽ നിന്ന് പള്ളിയിൽ നിന്ന് പോയവർ അവര് തിരികെ പള്ളിയിലേക്ക് മടങ്ങുവാനായിട്ട് കരോൾ സർവീസ് നിർത്തി മടങ്ങുവാനായിട്ട് ഒരുങ്ങിയതായ സാഹചര്യത്തിൽ വീണ്ടും അവർ കടന്നു വരികയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളതായ കുഞ്ഞുങ്ങളെ വളരെ മാരകമായ രീതിയിൽ ആക്രമിക്കുകയും അതിന്റെ ഫലമായിട്ട് 2-3 പേർ ആശുപത്രിയിലാണ്. 1-2 പേരുടെ മുഖത്തിന് നല്ല മുറിവുണ്ട്. പോലീസ് നിർദ്ദേശപ്രകാരം പള്ളിയിലേക്ക് തിരികെ പോയ കരോൾ സംഘത്തെ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീണ്ടും ആക്രമിച്ചു. ഇവർക്കായി തയ്യാറാക്കിയ ഭക്ഷണവും നശിപ്പിച്ചു. പ്രദേശത്തെ 4ഓളം വീടുകൾക്ക് നേരെയും അക്രമം അയച്ചുവിട്ടു. പാർട്ടി ബന്ധവും ഭരണസ്വാധീനവും മറയാക്കി പ്രതികൾക്കെതിരെ പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി വിട്ടയച്ചെന്നാണ് ആക്ഷേപം. അപമാനിതരായ പെൺകുട്ടികൾക്ക് മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി നൽകണമെന്നും ആവശ്യമുയർന്നു. തന്നെ രാത്രിയിലായ ഇരുട്ടത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട്, അതായത് അതും എതിരെ ഉണ്ടായിരുന്നത് ഡിവൈഎഫ്ഐക്കാരായതുകൊണ്ട് ഭാഗ്യം മതേതരത്വം തകർന്നില്ല. ഇത്തവണയോ സാമൂഹ്യ വിരുദ്ധരായതുകൊണ്ട് ഭാഗ്യം മതേതരത്വത്തിന് മങ്ങലേറ്റില്ല കേട്ടോ. അപ്പോ ക്രിസ്ത്യൻ മതവികാരം വ്രണപ്പെട്ടത് എതിരാളികൾ കാക്കമാരല്ലല്ലോ. കാക്കമാരാണെങ്കിൽ മതേതരത്വം വ്രണപ്പെടുന്നു ഞങ്ങൾ കണ്ടതായിട്ട് പോലും നടിക്കില്ല. ബംഗ്ലാദേശിലെ വിഷയങ്ങൾ എത്രയായി? ആരെങ്കിലും കണ്ടതായിട്ട് നടിച്ചോ? കാഫറുകളല്ലേ, ക്രിസ്ത്യാനികളല്ലല്ലോ, ഹിന്ദുക്കളല്ലേ, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബംഗ്ലാദേശിലെ എതിരാളികൾ കാക്കാമാര് കണ്ടില്ലെന്ന് നടിക്കാം, സിറിയയില് കാക്കാമാര് മിണ്ടാതിരിക്കാം, യമനില് കാക്കാമാര് മിണ്ടാതിരിക്കാം, പലസ്തീനില് ജൂതന്മാർ സംഘടിതമായി ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ സംഘടിതമായ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് വഖഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് വഖഫ് ബോർഡ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇന്നെല്ലാവർക്കും അറിയാമല്ലോ. മുനമ്പം വിഷയത്തിൽ ആരുണ്ടായിരുന്നു പ്രതികരിക്കാൻ? ആലോചിച്ചാൽ മതി. കാര്യങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്. നന്ദി.